കുമാരൗജുഃ കഥം ബ്രഹ്മൻ ദീനമുഖഃ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുത്രശ്ചാഗമനം തവ ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനഃ തവേദം മുക്തസംഗസ്യ നോചിതം വദ കാരണം. കുമാരന്മാർ പറഞ്ഞു, ബ്രഹ്മജ്ഞ നിൻമുഖം വാടിയിരിപ്പതെന്തൊന്മലരാർന്നമാലെന്തതിൻ ബന്ധവും. എങ്ങോട്ടു പോകയാണിപ്പോൾ അതിദ്രുതം, എങ്ങു നിന്നാണു വരുന്നതും ചൊല്ലുക. സമ്പത്തൊടുങ്ങിയ മർത്യനെപ്പോൽ ഭവാൻ അമ്പരം നീടുന്നു ശൂന്യമനസ്കനായി. സംഘവിഹീനൻ ഭവാനിതനുചിതം, സംഗതി ഞങ്ങളോടെല്ലാം ഉരയ്ക്കുക. നാരദ ഉവാച അഹം തു പൃഥ്വീം യാദോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണൈതസ്തതഃ നാപശ്യം കുത്രചിച്ഛർമ്മ മനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ദരേയം ബാധിതാധുനാ സത്യം നാസ്തി തപഃശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവ വരാഘാകൂടഭാഷിണഃ മന്ദാസു മന്ദമദയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാസന്തോ വിരക്താ സപരിഗ്രഹാഃ തരുണീ പ്രബുധാ ഗേഹേ സ്യാലകോ ബുദ്ധിദായകഃ കന്യാ വിക്രയിണോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം ആശ്രമായവനൈരുദ്ധാഃ തീർത്ഥാനി സരിതസ്തദാ ദേവദായ ധനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശഃ ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സത്ക്രിയോ നരഃ കലിധാവനലേനാധ്യ സാധനം ഭസ്മദാം ഖദം അട്ടശൂലാ ജനപദാ ശിവശൂലാ ദ്വിജാദയഃ കാമിന്യാ കേശശൂലിന്യാ സംഭവന്തി കലാവിഹ ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനാം തടമാഭന്നോ യത്ര ലീലാ ഹരേരഭൂത് തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാഃ ഏകാതു തരുണീ തത്ര നിഷണ്ണാ ഖിന്നമാനസാ വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിശ്വസന്ധാവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി ച തയോ പുരഃ ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം ബഭുഃ വിജ്യമാനാ ശതസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹുഃ ദൃഷ്ട്വാ ദൂരാത് ഗതസ്സോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ജ്യോതിധാ ബാലാ വിഹ്വലാ ചാബ്രവീദ്വചഃ. നാരദൻ പറഞ്ഞു, അന്യലോകങ്ങളിൽ ശ്രേഷ്ഠം ഭൂലോകമെന്നോ വിചാരിച്ചിറങ്ങിനേൻ ഭൂമിയിൽ. ഗോദാവരി കാശി പുഷ്കരം ശ്രീരംഗസേതു പ്രയാഗകളും ഹരിക്ഷേത്രവും അക്കുരുക്ഷേത്രമിത്യാദി തീർത്ഥങ്ങളിൽ പുക്കുചുറ്റിടിനേൻ പിന്നെ പലേടവും. കണ്ടതില്ലെങ്ങും ആനന്ദമിന്നുൾത്താതിനുണ്ടാക്കിടുമാ യഥാർത്ഥ സുഖം ലവം. എന്നല്ല അധർമ്മസുഹൃത്താം കലീത വന്നു ധരിത്രിയെ ബാധിക്കയും ചെയ്തു. സത്യതപശൗചദാനദയാദികൾ മർത്യരിലാരിലും കാണുന്നതില്ലഹോ. പള്ള നിറയ്ക്കണമെന്നേ നിനവുള്ളൂ കള്ളമതിനായി പറയുന്നതെപ്പോഴും. മന്ദരാചാരരഹിതരശക്തരെ എന്നോ മതിയായി ഉപദ്രവിച്ചിടുവോർ. വേദവിരുദ്ധ ദുരാചാര തൽപരർ ചൂതാടി നിർധനരായലഞ്ഞിടുവോർ. ഭാര്യാന്യുതരായി വിരക്തർ വിധം ഗൃഹാചാരധർമ്മം കൈവെടിഞ്ഞു നടക്കുവോർ. എന്നിത്തരക്കാർ നിറഞ്ഞു ധരിത്രിയിൽ ഇന്നില്ല യോഗിയും ജ്ഞാനിയും സിദ്ധനും. വീട്ടുമൂപ്പിപ്പോൾ അബലകൾക്കായിതു കഷ്ടം പിതാക്കൾ വിൽക്കുന്നു പെൺമക്കളെ. നിത്യകൃത്യം ജന്തുഹിംസയാക്കിയിടുവോൻ
ബുദ്ധി പറയാൻ അടുത്തുകൂടുന്നിതു. ദമ്പതിമാർ തമ്മിലെപ്പോഴും ചണ്ടയാണ്, അമ്പലമെല്ലാം മുടിക്കുന്നു ദുർജനം. പുണ്യാശ്രമങ്ങൾ, തീർത്ഥങ്ങൾ, സരിത്തുക്കൾ എന്നിവയും നിരോധിക്കുന്നിതഖലർ. എന്തിനു ശ്രേയസ്കരമാം പദാർത്ഥങ്ങൾ വെന്തുവെണ്ണീറായി കലിയാം ദവാഗ്നിയിൽ. ചോറ് വിൽക്കുന്നു ദേശം പ്രതി വേദങ്ങൾ, തീറു കൊടുക്കുന്നു നീചർ കിളാസുരർ. വിത്താശയാൽ മത്തകാശിനി സഞ്ചയം, നിത്യം വ്യഭിചാരവൃത്തി തുടരുന്നു. യുദ്ധം കലികാല ദോഷങ്ങൾ കൃത്യമായത്ര എന്നെണ്ണിപ്പറയാൻ അസാധ്യമാം. ഏവം കലിദോഷമോരോന്നു വീക്ഷിച്ചു ഭൂവിലെങ്ങും സഞ്ചരിച്ചു ഞാൻ. അന്ത്യമായി ദൈത്യാരിദേവ വിഹരണസ്ഥാനമാം മിത്രതനയാ തടത്തിൽ കടന്നിതു. അത്ഭുത സംഭവമൊന്നങ്ങു കണ്ടതു കേൾപ്പിൻ ഋഷീന്ദ്രരെ ഞാനരുളിടുവൻ. ഖിന്നയായോരു തന്നൊങ്കിയാളങ്ങിരിക്കുന്നിരു വൃദ്ധർ കിടപ്പുപാശങ്ങളിൽ. ശ്വാസമുണ്ടെങ്കിലും ചൈതന്യമില്ലവർക്കാശ്വാസമേകുന്നു ശുശ്രൂഷയാലവൾ. ബോധമറ്റുള്ള കിടപ്പതു കണ്ടവൾ ആധിയാൽ കണ്ണീരൊഴുക്കിക്കരയുന്നു. തന്നെ ദേഹരക്ഷയ്ക്കിനി ആരുള്ളതെന്നവൾ നോക്കുന്നു കീഴ്മേൽ ചുഴലവും. ആരെയും കാണാഞ്ഞു മൂർച്ഛിച്ചു വീണുപോയി നാരിമാർ വീശുന്നവളെ ഉണർത്തുവാൻ. എന്തെന്നറിയുവാൻ ഞാനെത്തവേ ബോധമേന്തി എഴുന്നേറ്റു ചൊല്ലിനാളിങ്ങനെ. ബാലോവാച ഭോ ഭോ സാധോക്ഷണം ദിഷ്ടം മച്ചിന്താമവിനാശയ. ദർശനം തവ ലോകസ്യ സർവദാഗഹരം ഭരം. ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി. യഥാ ഭാഗ്യം ഭവേത് ഭൂരിഭവതോ ദർശനം തഥാ. ബാല പറഞ്ഞു, സാധോ കുറച്ചിട നിൽക്കുക, നീക്കുകെന്നാധിയും നിൻ കാഴ്ച ലോകപാപാപഹം. ദുഃഖമെല്ലാം ഭവദ്വാക്യമൊഴിക്കുന്നു, ഭാഗ്യഹീനർക്കു നിൻ ദർശനം ലഭ്യമോ. നാരദ ഉവാച കാസിത്വം കാവിമൗ ചേമാനാര്യഃ കാ പദ്മലോചനാഃ. വദ ദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. നാരദൻ പറഞ്ഞു, ആരു നീ ദേവി, ആരീ രണ്ടുപേരും ഈ നാരിമാർ, എന്തു നിൻ ദുഃഖഹേതുവും. ബാലോവാച അഹം ഭക്തിരിധിക്യാത ഇമൗ മേ തനയൗ മധൗ. ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരോ. ഗംഗാദ്യാ സരിതശ്ചേമാമത്സേവാർത്ഥം സമാഗതാഃ. തദാഭിനജ മേ ശ്രേയാസേ വിധായ സുരൈരഭി. ഇദാനീം ശൃണു മദ്വാർത്താം സച്ചിത്തസ്ത്വം തപോധന. വാർത്താ മേ വിദദാഭ്യസ്ത്രിത്താം ശ്രുത്വാ സുഖമാവഹ. ഉത്പന്നാ ദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകേ ഗദാ. ക്വചിത് ക്വചിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗദാ. തത്ര ഘോരകലർയോഗാത് പാഖണ്ഡൈ ഖണ്ഡിതാംഗകാ. ദുർബലാഹം ചിരം യാദാ പുത്രാഭ്യാം സഹമന്തതാം. വൃന്ദാവനം പുനഃ പ്രാപ്യ നവീനേവ സ്വരൂപിണി. ജാതാഹം യുവതി സമ്യക് പ്രേഷ്ടരൂപാതു സാമ്പ്രതം. ഇമൗ തോ ശൈതാവത്ര സുതൗ മേ ക്ലിശ്യദശ്രമാത്. ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ. ജരടത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിതാ. സാഹം തു തരുണീ കസ്മാ സുധൗ വൃദ്ധാ വിമൗ കുതഃ. ത്രയാണാം സഹചാരിത്വാദ് വൈപരീത്യം കുതസ്ഥിതം. ഗഡദേ ചരടാ മാതാ തരുണൗ തനയാ വിധി. അദശോചാമി ജാത്മാനം വിസ്മയാവിഷ്ടമാനസാ. വദയോഘനിദേ ധീമൻ കാരണം ചാത്ര കിം ഭവേത്. ബാല പറഞ്ഞു, ഞാനാണു ഭക്തി വരിരൂപേരുമാം ജ്ഞാനവും വൈരാഗ്യവും എന്ന മത്സുതർ. കാലവിശേഷത്തിനാൽ ഇവരിവിധം മാലിലാണ്ടി സ്ത്രീകൾ ഗംഗ തുടങ്ങിയോർ. ദേവവൃന്ദത്താലും ആസേവയാകിലും ഈ വിധം മഴകയാം ശ്രേയസ്സഴാതെ ഞാൻ.
ഹേ മുനെ ചിന്തകനാം ഭവാൻ കേൾക്കുക മാമക വൃത്താന്തമത്യന്ത വിസ്തൃതം. ശ്രദ്ധിച്ചിതെല്ലാം ശ്രവിച്ചവിടുന്നുടൻ അത്തലകലും ഉപായമോതിടുക. ദ്രാവിഡ രാജ്യത്തുദിച്ചു കർണാടക ഭൂവിൽ വളർന്നേൻ മഹാരാഷ്ട്രഭൂവിലും മറ്റു ചിലയിടത്തുമുണ്ടായ അഭിവൃദ്ധി പറ്റി പരുക്കുകൾ ഗുർജരത്തിൽ പരം. അസ്ഥലത്തിങ്കൽ കലികാല ബാധയേറി ശ്രുതിശത്രുക്കൾ പാഖണ്ഡരന്മൈ മുറിച്ചഹോ. ദുർബലയായി ഞാൻ മക്കളൊത്തേറെ നാളുൾപീഡിതയായ അവിടെ കഴിച്ചത. വൃന്ദാവനത്തിൽ കടന്നേൻ നവാദേഹമൊന്നാർന്ന മട്ടുടൻ സൗന്ദര്യയുക്തയായി. നല്ല യുവതിയായി തീർന്നു കമനീയമല്ലയോ കാൺകി ശരീരമിപ്പോൾ മുനേ. എന്നാലും ഇസ്തുതർ വീണുപോയല്ലാൽ അന്യദിക്കാളുവാൻ ആശിച്ചിടുന്നു ഞാൻ. ഇന്നിലയ്ക്കെങ്ങിനെ പോകേണ്ടുമാകവേ ഇന്നു തരുണി ഞാൻ മക്കളോ വൃദ്ധരും. ഭിന്നരല്ലീ ഞങ്ങൾ മൂവരും ഒന്നുതാൻ പിന്നെന്തു മൂലമോ മാലിവർ കേളുവാൻ. വൃദ്ധ ഞാനിന്നു യുവതി മറിച്ചെൻ്റെ പുത്രർ നരച്ചു കുരച്ചിതെന്തത്ഭുതം. ഇക്കാര്യം ഓർത്തു ഞാൻ എന്നെക്കുറിച്ചു താൻ ദുഃഖിച്ചിടുന്നു സവിസ്മയം മാമുനേ. ബുദ്ധിമാനാകും അങ്ങെന്തിതിൻ ഹേതുവെന്നിത്തവിലെന്നോടരുൾ ചെയ്തിടേണമേ.